ചെങ്ങന്നൂർ മുതൽ കോട്ടയം നഗരകവാടം വരെയുള്ള MC റോഡ് ഉൾപ്പെട്ട കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാത 183 ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു. നിലവിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലായിരുന്നു റോഡ്. റോഡിന്റെ വികസനം, പരിപാലനം തുടങ്ങിയവയെല്ലാം ഇനി NHAIയുടെ ചുമതലയിലാകും. റോഡിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കുറച്ചുകാലമായി ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും കേരളത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത വിഭാഗമാണ് നടത്തുന്നത്. NHAIയുടെ കീഴിലേക്ക് റോഡ് എത്തുമ്പോൾ നിർമ്മാണം, പരിപാലനം തുടങ്ങിയവ NHAI നേരിട്ടാവും നടപ്പാക്കുക. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ വരെയാണ് ദേശീയപാത 183. കേരളത്തിലെ കൊല്ലം മുതൽ കുമളി വരെയുള്ള 216 കിലോമീറ്ററും തമിഴ്നാട്ടിൽ കുമളി ചെക്ക് പോസ്റ്റ് മുതൽ ഡിണ്ടിഗൽ വരെയുള്ള 134 കിലോമീറ്ററും ഉൾപ്പെടെ ആകെ 350 കിലോമീറ്റർ ദൂരമാണ് റോഡ്. ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് മുതൽ കോട്ടയം ഐഡ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിലവിലെ MC റോഡ് ഈ ദേശീയപാതയുടെ ഭാഗമാണ്. കോട്ടയം ഗാന്ധി സ്ക്വയർ മുതൽ കുമളി വരെ കോട്ടയം കുമളി റോഡാണ് ദേശീയപാതയായി മാറിയത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച 150 കോടി രൂപ ഉപയോഗിച്ച് കോട്ടയം മുതൽ പുളിക്കൽ കവല വരെയുള്ള ദേശീയപാത 183ന്റെ നവീകരണത്തിനുള്ള സർവേ തിങ്കളാഴ്ച തുടങ്ങും. അധികമായി സ്ഥലം ഏറ്റെടുക്കാതെ നിലവിലുള്ള റോഡ് 10 മീറ്റർ വീതിയിൽ ടാർ ചെയ്യാനാണ് പദ്ധതി. സർവേ പൂർത്തിയാക്കാൻ 9 അംഗ സർവേ ടീമിനെ നിയമിക്കാൻ ജില്ലാ കളക്ടർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തീരുമാനമായിരുന്നു. പുതിയ തീരുമാനം വരുന്നതിന് മുൻപ് അനുവദിച്ച തുകയാണ് 150 കോടി രൂപ. കൊല്ലം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള 54.37 കിലോമീറ്റർ 4-വരി പാതയായി നവീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1663.15 കോടി രൂപ അനുവദിച്ചിരുന്നു. ചെങ്ങന്നൂർ മുതൽ കുമളി വരെയുള്ള ഭാഗം 4-വരിയായി നവീകരിക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തുന്നതിനായി പുതിയ കൺസൾട്ടൻസിയെ നിയമിക്കാൻ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.